Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. മഴയുണ്ടോ അവിടെയൊക്കെ? Good afternoon, ma'am. Good, ma'am. ഉണ്ട് മഴയുണ്ട്. മഴയൊക്കെ ഉണ്ട് അല്ലേ? കാറ്റോ? കാറ്റുണ്ടോ? ഇപ്പോ മഴയില്ല. അല്ലേ? എല്ലാവരും സേഫായിട്ട് ഇരിക്കണം കേട്ടോ. Great, good afternoon. Thank you, Sumi. Thank you very much. എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവരും? മാം മഴയുണ്ട്, കോട്ടിട്ടേക്കാണ് മാം. ഇല്ല, കോട്ടുള്ളതാണ്. മഴയായതുകൊണ്ട് ഇട്ടതല്ല കേട്ടോ. ഓൾറെഡി അതേ ഉള്ളതാണ് കേട്ടോ. അല്ല, എന്നെ കണ്ടിട്ടില്ല അല്ലെ? അങ്ങനെ കോട്ടിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് അറിയാം കേട്ടോ. കാണുന്നുണ്ടോ? സ്ലൈറ്റ് എല്ലാവരും കാണുന്നില്ലേ? ഓക്കെ അല്ലെ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചിരുന്ന എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അല്ലെ? അഡ്ജക്റ്റീവ് മാത്രമാണോ നമ്മൾ പഠിച്ചത് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടില്ല, മഴ കാരണം ക്ലാസ് നിർത്തിവെച്ചു അല്ലെ? അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് നമ്മള് പഠിച്ചപ്പോഴ് അഡ്ജക്റ്റീവ്സ് അധികം നമ്മളോട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അഡ്ജക്റ്റീവ്സിനെ കുറിച്ചൊക്കെ അഡ്ജക്റ്റീവ് ദാറ്റ് എന്താ ചെയ്യുന്നത്? ദാറ്റ് ഡിസൈൻ ഓർ മോഡിഫൈ അല്ലെ? ഒന്ന് ഡിസൈൻ ചെയ്യുകയോ, ആ സെന്റൻസിനെ ഡിസൈൻ ചെയ്യുക, ഓർ മോഡിഫൈ അല്ലെ? ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ് അഡ്ജക്റ്റീവിൽ ചെയ്യുന്നത്. അതാണ് നാമവിശേഷണം എന്ന്. അഡ്ജക്റ്റീവ് ആണോ എടുത്തത്, ആഡ്വർബ് ആണോ എടുത്തത്, വെർബ് ആണോ എടുത്തത്? ഓക്കെ, അഡ്ജക്റ്റീവ് ഡിസൈൻ ഓർ മോഡിഫൈ അല്ലെ? അപ്പൊ ഈ അഡ്ജക്റ്റീവില് രണ്ട് തരത്തിലുള്ള അഡ്ജക്റ്റീവ്സ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നോ? പറഞ്ഞിട്ടില്ല. രണ്ട് തരത്തിലുള്ള അഡ്ജക്റ്റീവ് ഫോമുകളാണുള്ളത്. ഒന്ന് ആട്രിബ്യൂട്ടീവ് and the second one is predicative. Attributive എന്ന് പറയുമ്പോൾ ഇത്രയുള്ള കാര്യം ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാല് നമ്മുടെ നൗണ് അല്ലെ? ഇപ്പൊ ആകാശം എന്ന് പറയുന്നത് എന്താണ്? നൗണാണോ, പ്രോനൗണാണോ, നൗണാണോ, വെർബാണോ? ആണ് അല്ലെ? അതായത് ഒരു വസ്തുവിന്റെ പേരോ സ്ഥലത്തിന്റെ പേരോ എന്തെങ്കിലുമൊക്കെ പേര് വരുമ്പോ നമുക്ക് അതിനെ നൗണായിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ആകാശം എന്ന് പറയുന്നത് നൗണാണ് അല്ലെ? അപ്പൊ നീലാകാശം എന്ന് പറയുമ്പോൾ നീലാകാശം അല്ലെ? നിങ്ങൾ സിനിമ പേര് കേട്ടാണ് നീലാകാശം, ചുവന്ന ഭൂമി, പച്ചക്കടൽ അല്ലെ? ഇതിലൊക്കെ എന്തുണ്ട്? ഈ ആട്രിബ്യൂട്ടീവ് പ്രോനൗൺ ഉണ്ട് അല്ലെ? നീലാകാശം എന്ന് പറയുമ്പോ ആകാശത്തെ എന്തായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്? എന്തായിട്ടാണ് നീല അല്ലെ? അപ്പോ നൗൺ എന്ന എന്താണ്? സ്കൈക്ക് അല്ലെ? ആകാശത്തിന് മുന്നിലായിട്ട് നമ്മൾ ആര് ചേർത്ത് കൊടുത്തു? അഡ്ജക്റ്റീവ് ചേർത്തു അല്ലെ? നൗണിന് തൊട്ട് മുന്നിലായിട്ട് നമ്മൾ ആര് ചേർത്തു? അതായത് ബ്ലൂ സ്കൈ അല്ലെ? ബ്ലൂ സ്കൈ എന്നുള്ളത് നൗണാണ്. ബ്ലൂ എന്നുള്ളത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. നൗണിനെ എന്ത് ചെയ്തിരിക്കുന്നു? വിശേഷിപ്പിച്ചിരിക്കുന്നു അല്ലെ? നൗണിനെ വിശേഷിപ്പിച്ചത് കൊണ്ട് ഏതാണ് വിശേഷണം എന്ന് പറയുന്നത്? ഇവിടെ ആകാശത്തെ എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ബ്ലൂ ആയിട്ട് അല്ലെ? അപ്പൊ അതാണ്. അപ്പൊ
എന്തിനു മുന്നിലായിട്ട്? നൗണ് തൊട്ട് മുന്നിലായിട്ട് ആര് വന്നിരിക്കും? ആര് വരും? അഡ്ജക്റ്റീവ് വരും അല്ലെ? ചുവന്ന ഭൂമി. ചുവന്ന ഭൂമി എന്ന് പറഞ്ഞപ്പോൾ എന്താ അവിടെ വരുന്നത്? അല്ലെ, ചുവന്ന ഭൂമി. അപ്പൊ ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാം? റെഡ് എർത്ത്. ഇവിടെ എർത്തിനെ എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ചുവന്നത്. അല്ലെ, റെഡ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഏത് പ്രോനൗൺ ആണ്? ഇത് ഏത് അഡ്ജക്റ്റീവ് ആണെന്ന് പറയാം? ഇങ്ങനെ വന്നു കഴിഞ്ഞാല് നിങ്ങൾ എന്താണെന്ന് വിചാരിച്ചോളണത്? ഏത് അഡ്ജക്റ്റീവ് ആണ് അത്? ആട്രിബ്യൂട്ടീവ്. എന്താണ് പറയുന്നത്? ആട്രിബ്യൂട്ടീവ്. ഓക്കെ ആയോ? ആട്രിബ്യൂട്ടീവ് ഇത്രേ ഉള്ളൂ കേട്ടോ. മനസ്സിലായോ? ഇനി എന്തെങ്കിലും പറയണോ? ഇതിന് വേറെ ഏതെങ്കിലും ഉദാഹരണം പറഞ്ഞു തന്നോ? വേറെ എന്തെങ്കിലും? അപ്പൊ ഇനി നിങ്ങൾ തന്നെ സെന്റൻസ് മേക്കിംഗ് ഉണ്ടാക്കണം കേട്ടോ. സെന്റൻസ് ഉണ്ടാക്കുക, എന്നിട്ട് ഇതിനകത്ത് ഇത് ആട്രിബ്യൂട്ടീവ് ആണോ അല്ലയോ എന്ന് അത് പറയാം കേട്ടോ. അതിനകത്ത് ഏതാണ് നൗൺ അഡ്ജക്റ്റീവ് എന്ന് തിരിച്ചു തരണം കേട്ടോ എനിക്ക്. ഒരു മിനിറ്റ് കേട്ടോ മക്കളെ, 1 മിനിറ്റ്. എന്താണ് ഒരാൾ വായിച്ചേ? എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്? കരയുന്ന കുട്ടിക്ക് ഞാൻ ഒരു മിഠായി കൊടുത്തു അല്ലെ? അങ്ങനെ അല്ലെ? അപ്പോ ഇതിനകത്ത് എങ്ങനെ ഒരു സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? അങ്ങനെയാണെങ്കില് ആരെങ്കിലും ഒരാൾ പറയൂ. മുല്ലാമുത്തു. മുല്ലാമുത്തുമായിട്ട് വന്നിരിക്കുന്നത് ആരാണ്? വരൂ, കമോൺ. കരയുന്ന കുട്ടി എന്ന് പറയുമ്പോ നമ്മൾ എന്തെന്ന് ഇതാരൊന്നും ഉണ്ടാക്ക എന്താ? ഇതെങ്ങനെ നമുക്ക് സെന്റൻസിലാക്കാനായിട്ട് പറ്റും? ആദ്യം ഏറ്റവും അവസാനത്തിൽ നമുക്ക് വരുള്ളൂ. സെന്റൻസിൽ ആദ്യം പറയൂ. ആണ് അല്ലെ, ഞാൻ കൊടുത്തു അല്ലെ, ഞാൻ മിഠായി കൊടുത്തു എന്ന് ആദ്യം എഴുതണം അല്ലെ. എന്നിട്ടാണ് ആര് വരുള്ളൂ? കരയുന്ന കുട്ടി വരുള്ളൂ കേട്ടോ. അതാണ് ഇംഗ്ലീഷിൽ വരിക കേട്ടോ. അപ്പൊ ആദ്യം എന്തെഴുതണം? ഞാൻ എഴുതണം അല്ലെ. ഞാൻ എഴുതിയേ. ഞാൻ എഴുതുമ്പോ ഞാൻ എന്തെഴുതണം ആദ്യം? പറയൂ. ഐ കൊടുക്കുക അല്ലെങ്കിൽ കൊടുത്തു എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ഏത് വേർഡാ കൊടുത്തു എന്നുള്ളതിന് ഉപയോഗിക്കുക? കൊടുത്തു. കൊടുത്തു. ഗീവ്. ഗീവിന്റെ പാസ്റ്റ് ടെൻസ് എന്ത് വരും? എന്ത് കൊടുത്തു? ഞാൻ എന്താ കൊടുത്തത്? ചോക്ലേറ്റ്. അല്ലെ, ഐ ഗേവ് ചോക്ലേറ്റ് അല്ലെ. ചോക്ലേറ്റ് ആർക്ക് കൊടുത്തു? കുട്ടിക്ക്. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇക്ക് ആൻ എന്നൊക്കെ വരുമ്പോൾ ആകെ ഒരു വേർഡേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ സെന്റൻസിന് മുന്നിൽ. ടു ചേർക്കുക. മനസ്സിലായോ? കുടിക്കാൻ. കുടിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? കുടിക്കാന്ന് വെച്ചാൽ എന്താണ്? കുറെ പേര് എഴുതി വരുന്നുണ്ടോ? ഞാൻ ശ്രദ്ധിക്കണുണ്ട് കേട്ടോ. ചിലവരൊക്കെ കീപ്പെന്നാണ് എഴുതിയത്. അത് പറയാം കേട്ടോ. അപ്പൊ കുടിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചേർക്കേണ്ടത്? എന്ത് ചേർക്കണം? ഏത് ചേർക്കേണ്ടത്? പ്രിപ്പോസിഷൻ ഏതാ ചേർക്കേണ്ടത്? അല്ലേ? അവൾക്ക്. അവൾക്ക് എന്ന് പറയുമ്പോഴോ ഇക്ക് വരുമ്പോൾ നമ്മൾ ആരെ ചേർക്കണമെന്ന് ഓർക്കുക. ആരെ ചേർക്കേണ്ടത്? ടൂവിനെ ചേർക്കണം. ഓക്കെ ആണോ എല്ലാവരും?
ഓർത്ത് വെക്കുക. അവൾക്ക്, അവന്, തിന്നാൻ, കുടിക്കാൻ, എടുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ് മുന്നിൽ ചേർത്ത് കൊടുക്കേണ്ടത്? ടു എന്ന വേർഡ് ചേർത്ത് കൊടുക്കണം. ഉറപ്പാണോ? എല്ലാരും ചേർക്കോ? റംല ചേർക്കോല്ലോ? ചേർത്തു ചേർത്താ റംല? അപ്പൊ അവൾക്കൊരു കുട വേണം. എങ്ങനെ എഴുതും? അല്ലെ, നമ്മള് ഇത് പഠിക്കാട്ടോ. അത് ടെൻസിന്റെ ഒരു ഇത് പഠിപ്പിച്ചു തരാം. അപ്പൊ നിങ്ങള് കൂടുതൽ ബെറ്റർ ആയിക്കോളും കേട്ടോ. ഇപ്പൊ അവൾക്ക് എന്നാണെങ്കില് റംല എന്ത് പറയും? റംല അവൾക്ക് അങ്ങനെ അവൾക്ക് എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും? ത് എന്ന പ്രയോഗം വന്നിരിക്കുന്നു അല്ലേ റംല? അല്ല റംല, ഇവിടെ ശ്രദ്ധിക്ക്. അവൾക്ക് എന്നാ വന്നിരിക്കുന്നത്. ഒപ്പം ഉടനെ തന്നെ റംല ആരെ പിടിച്ചുകൊണ്ടുവരണം? ആരെ കൊണ്ടുവരുന്നത് മനസ്സിലേക്ക്? ടുവിനെ കൊണ്ടുവരണം അല്ലേ? ടു ഷീ എന്ന് പറയാൻ പറ്റുമോ നമ്മൾക്ക്? അവൾ എന്നുള്ളത് ചേർക്കാൻ പറ്റുമോ? അവൾ എന്താ പറയാ? അപ്പൊ എന്ത് ചേർക്കണം? ഷീയുടെ ഹെയർ അല്ലേ? ടു ഹെയർ. മനസ്സിലായി ഇപ്പൊ? ടു ഹെയർ, അവൾക്ക് അല്ലേ? പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്താണ്? പോകാൻ അല്ലേ? എനിക്ക് പോകാൻ എന്ന് പറയുമ്പോ എന്ത് പറയും? പോകാൻ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ നമ്മൾ? എപ്പോഴും നമ്മൾ ആരും ഓർത്തോളണം? ടു ഗോ അല്ലേ? പോകാൻ, വരാൻ അല്ലെ? കൊടുക്കാൻ അല്ലെ? തിന്നാൻ, കുടിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരെ ആദ്യം കൊണ്ടുവരിക? ടു എന്നതിനെ കൊണ്ടുവരിക കേട്ടോ. അപ്പൊ ഐ ഗേവ് ചോക്ലേറ്റ്. ഇവിടെ കുട്ടിക്കുന്നാണ് വന്നേക്കണേ അല്ലേ? ആർക്ക് കൊടുത്തു? എങ്ങനെയുള്ള കുട്ടിക്ക് കൊടുത്തു? കരയുന്ന കുട്ടിക്ക് അല്ലേ? അപ്പോ എന്ത് ചേർക്കണം? ഞാൻ ക്ക് എന്നുള്ള പ്രയോഗത്തിൽ ചേർക്കണ്ടേ? ടു ക്രൈം ബേബി. ടു ക്രൈം ബേബി അല്ലേ? ക്രൈം ബേബി, ക്രൈം ചൈൽഡ് എന്നോ ക്രൈം ബേബി എന്നോ കൊടുക്കാം അല്ലെ? ടു ക്രൈം ബേബി അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏതാണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്? കരയുന്ന അല്ലെ? അല്ലെ? ഇനി ഇവിടെ ആരാണ് ഇത് നൗൺ ആയിട്ട് വരുന്നത്? അപ്പൊ ബേബി. ബേബിയാണ് നൗൺ. ഇത്ര ഉള്ള അഡ്ജക്റ്റീവ് കേട്ടോ, ആട്രിബ്യൂട്ടീവ് കേട്ടോ. ഓക്കെ അല്ലോ? എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായോ മക്കളെ? മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇല്ലാത്തവരില്ലാന്ന് തന്നെ പറയണം കേട്ടോ. പിന്നീട് പറയണം ടീച്ചർ എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ ക്ലാസ്സിൽ ഇപ്പൊ തന്നെ പറയുക. ടീച്ചർക്ക് അത് മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞ പറഞ്ഞുതരുമോ? എന്താണ് മോനെ? ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടി പറയാം. ഏതാ പറയേണ്ടതെന്ന് പറയൂ. ആട്രിബ്യൂട്ടീവ് ഒന്നുകൂടി പറയാനാണ് പറഞ്ഞത്. ഒരാൾ ചോദിക്കുന്നുണ്ട്. ഒരാൾ മാത്രം ഒന്ന് പറഞ്ഞോളൂ. ഇപ്പൊ കേറിയിട്ടേ ഉള്ളൂ ക്ലാസ്സിൽ, അതുകൊണ്ട് ഇപ്പൊ കേറിയുള്ളൂ ക്ലാസ്സിൽ, അതുകൊണ്ടാണോ സംശയം വന്നത്? കൂടി പറയാൻ പറഞ്ഞത്. ഇനി ഇതിൽ ഇപ്പൊ ക്ലാസ് എടുത്ത് കേട്ടിയിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? മിസ്സേ, എനിക്കുണ്ട്. ഞാൻ 2 ക്ലാസ്സിന് കേറിയില്ലായിരുന്നു, കേറാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ അതിന്റെ സംശയമുണ്ട് അല്ലേ? ഏതിലാ സംശയം എന്ന് പറഞ്ഞു? ഡൗട്ട് ചോദിക്കാനുള്ള ഡൗട്ട് ഞാനും 2 ക്ലാസ്സിൽ കേറിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കും മൊത്തത്തിൽ ഡൗട്ടായി. മിസ്സേ, അഡ്ജക്റ്റീവ് ഒക്കെ ഒന്ന് പറഞ്ഞുതരോ? ഒന്നുകൂടെ പറഞ്ഞു. അത് പറഞ്ഞുതരാം അല്ലെ? ക്ലാസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്തോണോട്ടോ. 2 നൗണില്ലേ മിസ്? അതിൽ 2 നൗണില്ലേ? ചോക്ലേറ്റ്, അൺമ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് എല്ലാവരെയും ഒപ്പം മ്യൂട്ട് ചെയ്യേണ്ടി വരും. അതാണ്, അത് വരുത്തരുത്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ അത് വരുത്താൻ പാടില്ല. നിങ്ങളായിട്ട് എന്താണ് ഡിസ്കസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് അത് ചെയ്യാത്തത്. നമ്മള് അറിയണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ. ആരാണ് ചോദിച്ചത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അയാൾ അത് ചോദിച്ചു കഴിഞ്ഞിട്ട് മ്യൂട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത്.
ഇത്രയുള്ളൂ. അപ്പൊ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു നാമത്തെ വിശേഷിപ്പിക്കുക എന്നതാണ് അഡ്ജക്റ്റീവിന്റെ പ്രധാന ധർമ്മം. അത് മോഡിഫൈ ഓർ ഡിഫൈൻ, അല്ലെ? ഡിഫൈൻ ഓർ മോഡിഫൈ, അല്ലെ? മോഡിഫൈ നൗൺ. നൗണിനെ ഡിഫൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ആട്രിബ്യൂട്ടീവും രണ്ടാമത്തത് പ്രെഡിക്കേറ്റീവുമാണ്. പ്രെഡിക്കേറ്റീവ് ആൻഡ് ആട്രിബ്യൂട്ടീവ് ആണ് വരുന്നത്. ഈ ആട്രിബ്യൂട്ടീവില് എന്താണ്? നൗണിന് തൊട്ട് മുന്നിലായിട്ടായിരിക്കും ആര് വരിക? അഡ്ജക്റ്റീവ് വരുന്നത്, അല്ലെ? ഇപ്പൊ ഗേൾ, ഗേൾ എന്ന് പറയുന്നത് ആ ഗേളിനെ നമുക്ക് എന്തൊക്കെയായിട്ട് വിശേഷിപ്പിക്കാം? ഗേൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിട്ട് വിശേഷിപ്പിക്കാം സഫീല? യെസ്, അല്ലേ? ആ, ഇവിടെ പറഞ്ഞു, സൈഡിൽ പറഞ്ഞു ബ്യൂട്ടിഫുൾ ഗേൾ, അല്ലെ? സുന്ദരിയായ പെൺകുട്ടി, അല്ലെ? അപ്പൊ ഈ ബ്യൂട്ടിഫുൾ എന്താണ് ഇവിടത്തെ അഡ്ജക്റ്റീവ് ആരാ? ബ്യൂട്ടിഫുൾ ആണ്, അല്ലെ? ആ, ബ്രേവ് ഗേൾ, അല്ലെ? ധൈര്യമുള്ള പെൺകുട്ടി. ക്യൂട്ട് ഗേൾ, അല്ലെ? ആ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള പെൺകുട്ടി. ഇതൊക്കെ പറയാം, അല്ലെ? നമുക്ക് പറയില്ലേ? നന്ദനക്ക് തോന്നുന്ന വേറെ ഏതെങ്കിലും ആട്രിബ്യൂട്ടീവ് ആയിട്ടുള്ളതുണ്ടോ? നന്ദന? ഓക്കെ, എല്ലാരും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണു ഞാൻ. നേരത്തെ ആരും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ. ഒരാൾ എന്തോ ഒന്ന് ചോദിച്ചു വന്നു. 2 സബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞത് ആരാ? ആ, മോനെ, അതെ, 2 സബ്ജക്റ്റ് ഓൾറെഡി ഉണ്ട് അവിടെ. ആ, 2 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ എന്ത് വരുന്നത്? നൗണിനൊപ്പം തന്നെ അഡ്ജക്റ്റീവ് വരുന്നത് ഏതിലാ വരുന്നത്? നൗണിനൊപ്പം തന്നെ അഡ്ജക്റ്റീവ് വരുന്നത് ആ കരയുന്ന കുട്ടി എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ആ, നന്ദന ഓഫീസിലാണ്. ആ, കരയുന്ന കുട്ടി എന്ന് പറഞ്ഞു നമ്മളവിടെ. എവിടെ ക്വസ്റ്റ്യൻ ചോദിച്ച ആളെവിടെ? ക്വസ്റ്റ്യൻ ചോദിച്ച ആളെന്തിയെ? ആ, കരയുന്ന കുട്ടി എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആ, കരയുന്ന എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്തായിട്ട് വരുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിന്റെ നൗൺ ആയിട്ട് വരുന്നത് ആരാണ്? ആ കുട്ടിയാണ്. മനസ്സിലായോ? റംസിക്ക് മനസ്സിലായോ? ആ, അപ്പൊ അതാണ് ആട്രിബ്യൂട്ടീവ് പ്രോനൗൺ. ആട്രിബ്യൂട്ടീവ് ആണ് കേട്ടോ. ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഓക്കെ ആണോ? ആ, ഇനി പ്രെഡിക്കേറ്റീവ് ആണ് കേട്ടോ വരുന്നത്. ഇനി പ്രെഡിക്കേറ്റീവിലേക്ക് വരുമ്പോഴ് അതായത് ഷാലി വാസ് ഫാക്ട്, അല്ലെ? ഇവിടെ അതിന്റെ എന്തുണ്ടാവും? ഈ അഡ്ജക്റ്റീവിന് തൊട്ട് മുന്നിലായിട്ട് ആരെ കാണും? വെർബിനെ കാണും, അല്ലെ? വെർബ് പ്ലസ് അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ അത് പ്രെഡിക്കേറ്റീവ് ആണ്. എന്തായിരിക്കുള്ളൂ? വെർബ് പ്ലസ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ അത് പ്രെഡിക്കേറ്റീവ് ആയിരിക്കുള്ളൂ, അല്ലെ? വാസ് ഫാക്ട് എന്ന് പറഞ്ഞു. ഈ വാസ് എന്ന് പറയുന്നത് വെർബാണ്. അതിന്റെ കൂടെ എന്താ? ഫാക്ട്, അല്ലെ? തടിച്ച, അല്ലെ? തടിച്ചി എന്നൊക്കെ പറയൂലേ? ആ, തടിച്ചായിരുന്നു, ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഷാലി വാസ് ഫാക്ട്. അപ്പൊ ഫാക്ട് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിന് മുന്നില് വേറൊരു വെർബ് അവിടെ വന്നിട്ടുണ്ടാവും. ഇനി എന്താണ്? ഷീ ഈസ്
ഹംഗ്രി അല്ലെ? ഷീ ഈസ് ഹംഗ്രി അല്ലെ? അപ്പോ ഇവിടെ ഏതാണ് മാഷിദ? മാഷിദ ഹൈന മാഷിദ ഇവിടെ ഷീ ഈസ് ഹംഗ്രി എന്ന് ടീച്ചർ പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ ഹംഗ്രി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഹംഗ്രി? ഹംഗ്രി റംസിയ പറഞ്ഞു അഡ്ജക്റ്റീവ് ആണ് അല്ലെ? അതിന് തൊട്ടു മുന്നില് എന്തെങ്കിലും ഉണ്ടോ? അതിന് തൊട്ടു മുന്നിലായിട്ട് എന്താ ഉള്ളത്? വെർബുണ്ട്. വെർബുണ്ട് ആണ് അല്ലെ? വെർബ് വന്നിരിക്കുന്നു. ഈസ് എന്ന് പറയുന്ന വെർബ് വന്നിരിക്കുന്നു. കറക്റ്റ് ആണ്, എല്ലാവരും പറയുന്നത്. ഈസ് എന്ന വെർബ് വന്നിരിക്കുന്നു. അപ്പൊ വെർബ് പ്ലസ് അഡ്ജക്റ്റീവ് ആണെങ്കിൽ അത് പ്രെഡിക്കേറ്റീവ് ആണ്. പിന്നെ എന്താണ് പറഞ്ഞത്? അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ ആണെങ്കിൽ അത് ആട്രിബ്യൂട്ട് ആണ്. മനസ്സിലായോ? മനസ്സിലാവണുണ്ടോ? മനസ്സിലായെങ്കിൽ മനസ്സിലായി എന്ന് പറയാ, ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയണം. ഇനി he is a nice person. he is a nice person എന്നുള്ളത് ആട്രിബ്യൂട്ടീവ് ആണോ പ്രെഡിക്കേറ്റീവ് ആണോ? ഷീജ, he is a nice person എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടീവ് ആണോ പ്രെഡിക്കേറ്റീവ് ആണോ? ഷീജ എവിടെയായിരുന്നു? ഏത് എങ്ങോട്ട് പോയിക്കണായിരുന്നു ഷീജ? ഞാനുണ്ട്, കേക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടായിരുന്നേ? ഇമ്മ പോയല്ലോ ഇതിനടക്ക ഷീജ? പോയില്ല, ഇവിടെ ഉണ്ട്, ക്ലാസ്സിലുണ്ട്. എനിക്ക് തോന്നിയില്ല. എന്തോ പെട്ടെന്ന് ഇവിടുന്ന് വന്ന പോലെ തോന്നി. പെട്ടെന്ന് ഇവിടുന്ന് ഇല്ല, ഉണ്ട്. നേരത്തെ ക്ലാസ്സിന് കേറാഞ്ഞത് കൊണ്ട് ഒരു മടി. മടിയെത്തി. അടി കിട്ടും അല്ലേ? മോനുണ്ടോ? ചെറുതാ മോൻ? ചെറുതാണോ മോൻ? ഹലോ, മോൻ ചെറുതാണോന്ന്? കുഞ്ഞിക്കുട്ടിയാണോ? മോനല്ല, മോനല്ല, മോളാ, ചെറിയ കുട്ടിയാ. ചെറിയ കുട്ടിയാണ്. എന്റെ ഷീജെ ഇതൊന്ന് പറഞ്ഞേ. Is a nice person is a predicative or attributive? ഏറ്റവും അവസാനം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും അവസാനം മാത്രം. നൈസ് പേഴ്സൺ പ്രെഡിക്കേറ്റീവ് ആണ് മിസ്. പ്രെഡിക്കേറ്റീവ് ആണ്. ഇനി ആർക്കെങ്കിലും വല്ല എതിരായിട്ടുള്ള അഭിപ്രായം ഉണ്ടോ? ആട്രിബ്യൂട്ടീവ് അല്ലേ? ആട്രിബ്യൂട്ടീവ് ആണെന്ന് എന്തെങ്കിലും കാണുന്നുണ്ടോ? ആട്രിബ്യൂട്ട് പേഴ്സണെ ഇവിടെ നൈസ് എന്ന് പറയുന്നത് പേഴ്സൺ എന്ന് പറയുന്ന നൗണിന്റെ കൂടെ എന്ത് വന്നു കഴിഞ്ഞു? നൈസ് എന്ന അഡ്ജക്റ്റീവ് വന്നു കഴിഞ്ഞു. അപ്പോ അതെന്താണ്? ആട്രിബ്യൂട്ടീവ് ആണ്. ഓക്കെ ആണോ ഷീജ? മനസ്സിലായോ? മനസ്സിലായി അല്ലേ? ഓക്കെ. ഇനി ഇത് ഏതാണ്? ആട്രിബ്യൂട്ടീവ് ആണോ പ്രെഡിക്കേറ്റീവ് ആണോ ഒന്ന് ചെക്ക് ചെയ്യും നിങ്ങൾ. പ്രെഡിക്കേറ്റീവ്. ചിന്നു പ്രെഡിക്കേറ്റീവ് എന്ന് പറഞ്ഞു. ജയശ്രീ പറഞ്ഞു. ശാലി പറഞ്ഞു. പറയുന്നു. അനുഷ, ശിഖ, ആശാന, അഞ്ജു, റംസിയ, റിജീന, ജാബിർ, രഹന, ആൻമേരി, മുല്ല, നന്ദന, അബിത, ബിന്ദു, നസീഫ അല്ലെ? എല്ലാവരും പറയുന്നത് ചിഞ്ചു, മുഫീല, മുഫീദ, മുന്ന, നരേന്ദ്രൻ, പിന്നെ
മുബീന, അബ്ദുൾ റഹ്മാൻ. ഇത്രയും പറഞ്ഞത് എല്ലാവരും. അനശ്വര, എല്ലാവരും. ഷീജ, പ്രെഡിക്കേറ്റീവ്. എല്ലാവരും പറഞ്ഞ പ്രെഡിക്കേറ്റീവ് ഇസ് കറക്റ്റ് ആൻസർ കേട്ടോ. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതില് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ഉണ്ട് കേട്ടോ. നല്ല കുട്ടികള്. ഓക്കെ റംല, ഓക്കെ. അപ്പൊ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു അല്ലെ? ഇതാണ് ഇതിന്റെ പ്രധാനമായിട്ടും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇത് തന്നെ എന്താണ്, ഒരുപാട് ടൈപ്പ് ഉണ്ട് അഡ്ജക്റ്റീവ്സിന്റെ, ഒരുപാട് ടൈപ്പുകൾ ഉണ്ട്. അതില് അഡ്ജക്റ്റീവ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, നമ്പർ അനുസരിച്ചുള്ളത്, ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ടുള്ളത്, ഇൻട്രോഗേറ്റീവ് അനുസരിച്ച്, ഡിസ്ട്രിബ്യൂട്ടീവ് ഉണ്ട്, പ്രോപ്പർ ഉണ്ട്, പൊസസീവ് ഉണ്ട്. ഇതെല്ലാം ഇതിൽ പെടുന്നതാണ് അല്ലെ? ജസ്റ്റ് അതൊന്ന് നമുക്കൊന്ന് പോയിട്ട് വരാം. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കണ്ടേ? വേണ്ടേ? വേണോ വേണ്ടേ? സംസാരിക്കണ്ടേ? വേണം. ആ, adjective of quality. Adjective of quality. Quantity. Adjective of number. Adjective of nuണ്ടാവട്ടെ. Adjective of number. Demonstrative. Interrogative. Distributive. ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? Pronoun. പൊസിഷൻ, പൊസസീവ് കേട്ടോ, പൊസസീവ്. അപ്പൊ ക്വാളിറ്റി എന്ന് പറയുമ്പോ തന്നെ നമ്മൾ അറിയാം അല്ലെ? അത് എന്തിനെ കുറിച്ചാണ്? ഒരു നൗണിന്റെ ക്വാളിറ്റിയെ കുറിച്ച്, പ്രോനൗണിന്റെയോ നൗണിന്റെയോ ക്വാളിറ്റി അല്ലെ? ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്തായിരിക്കും ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്? ഒരാളുടെ ക്വാളിറ്റി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ക്വാളിറ്റി അല്ലെ? അതൊരു ഗുണം അല്ല, അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ രമേശ് നാരായണൻ ആരെ അപമാനിച്ചു? ആസിഫ് അലിയെ അപമാനിച്ചു അല്ലെ? എന്നിട്ടും ആ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? അയാളുടെ ക്യാരക്ടർ വളരെ സൗമ്യമായ ക്യാരക്ടർ. ഹീസ് എ നൈസ് പേഴ്സൺ അല്ലെ? ആസിഫ് അലി ഈസ് എ നൈസ് പേഴ്സൺ അല്ലെ? അദ്ദേഹം എന്ത് ചെയ്തില്ല? പ്രതികരിച്ചില്ല. റെസ്പോണ്ട് അഗൈൻസ്റ്റ് ദാറ്റ് പേഴ്സൺ അല്ലെ? ആ വ്യക്തിക്കെതിരായിട്ട് അയാൾ ഒന്നും പ്രതികരിച്ചില്ല. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? വെറുതെ ഒന്ന് എന്താ ചെയ്തോളൂ? അദ്ദേഹം സ്മൈൽ അല്ലെ? അദ്ദേഹം ചിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ ആസിഫ് അലി ഈസ് എ നൈസ് പേഴ്സൺ ആണ് അല്ലെ? ഒരു നൈസ് പേഴ്സൺ ആണ്. അപ്പൊ അയാളുടെ ഗുണം എന്താണ്? അപ്പൊ ആസിഫ് അലിയുടെ ഗുണം എന്താണ്? നൈസ് എന്നുള്ളതാണ്. നൈസ് ആണ് അല്ലെ? ഇറ്റ്സ് എ നൈസ് പേഴ്സൺ അല്ലെ? ഇതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ആ ഒരു അവസ്ഥയെയും നമ്മൾക്ക് എന്ത് പറയാം? ക്വാളിറ്റിയാണ്. ഓരോരുത്തരുടെ അവസ്ഥകളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയാണ് ഹീസ് എ ക്ലെവർ ബോയ്, അവൻ ബുദ്ധിമാനായ കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ക്വാളിറ്റി എന്താണ്? എന്താ ക്വാളിറ്റി? അവന്റെ ക്ലെവർ എന്നതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ പറയണ എ ഹംഗ്രി മാൻ എന്ന് പറയണ അല്ലെ? ആ മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്താണ് അദ്ദേഹത്തിന്റെ? അല്ലെ? അപ്പൊ അദ്ദേഹം ഈ ഏത് ഫീലിങ്സ് ആയിക്കോട്ടെ, ആ ഫീലിങ്സ് ഒക്കെ എന്ത് വരുന്നതാണ്? എന്താണ്? അത് ക്വാളിറ്റിയാണ് അല്ലെ? എ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാല് എന്താണ്? കേട്ടിട്ടുണ്ടോ ബ്ലാക്ക് ബോക്സ് എന്ന്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ബ്ലാക്ക് ബോക്സ്? എയറോപ്ലെയിനില്. എയർപ്ലെയിനില് അല്ലെ? പ്ലെയിനില് ബ്ലാക്ക് ബോക്സ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഇതിന്റെ കളർ എന്താ? ഓറഞ്ച്. വെരി ഗുഡ്. ആരാണ് ഉത്തരം പറഞ്ഞത്? അനുഷ അല്ലെ? കൺഗ്രാറ്റുലേഷൻസ് അനുഷ. ഓറഞ്ച് ആണ് ഇതിന്റെ കളർ. ബ്ലാക്ക് ബോക്സ് എന്നാണ് പറയുന്നതെങ്കിലും ഓറഞ്ച് ആണ് ഇതിന്റെ കളറ്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയോ? അത്
അത് അനുഷയ്ക്ക് അറിയാൻ പറ്റുമല്ലോ അനുഷ, എന്തിനു വേണ്ടിയാ ബ്ലാക്ക് ബോക്സസ് യൂസ് ചെയ്യുന്നത് പ്ലെയിനിലൊക്കെ? അറിയോ ആർക്കെങ്കിലും? എമർജൻസി കേസസ് അല്ലെ, ഈ ഏതെങ്കിലും തരത്തില് പ്ലെയിൻ എന്തെങ്കിലും തരത്തില് ക്രാഷ് ആവുന്ന സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാല് ഈ ബ്ലാക്ക് ബോക്സിലായിട്ട് അതിന്റെ എല്ലാ കണ്ടന്റും എവിടെ നിന്ന് കിട്ടും? അതന്നെ ആക്സിഡന്റ് കേസിലൊക്കെ അല്ലെ. ആ ആക്സിഡന്റ് എന്താണ് ക്രാഷ് ആകുന്ന ടൈമില് അതിന്റെ എല്ലാ വിവരങ്ങളും എവിടെ ഉണ്ടായിരിക്കും? ഈ ബ്ലാക്ക് ബോക്സില് ഓൾറെഡി സ്റ്റോർഡ് ആയിരിക്കും. അതിനാണ് അവിടെ പ്ലെയിനിൽ ബ്ലാക്ക് ബോക്സ് വെക്കുന്നത് കേട്ടോ. അതുപോലെ അപ്പൊ ബ്ലാക്ക് എന്ന് പറയുന്നത് ക്വാളിറ്റി അല്ലെ. ആ ബ്ലാക്ക് എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. വൈറ്റ് എന്ന് പറഞ്ഞാലും ക്വാളിറ്റിയാണ് അല്ലെ. എല്ലാം ക്വാളിറ്റീസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി ക്വാണ്ടിറ്റി ആണെങ്കിലോ അത് അങ്ങനെയാണ്. ഐ സോ എ ഹംഗ്രി മാൻ, ദിസ് ഈസ് എ ഹെവി ബോക്സ് അല്ലെ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാലോ? ആരെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ആരെങ്കിലും വന്ന് ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ എനിക്ക്. പറയൂ ആൽഫി. ആൽഫി ആരാണ് പറഞ്ഞത്? അഞ്ജന പറഞ്ഞോളൂ. അഞ്ജന 3 liters of water. എന്താണ് മോനെ? 3 liters of water. അത് ക്വാണ്ടിറ്റി അല്ലേ മോനെ? ക്വാളിറ്റിയെ കുറിച്ച് പറയാനാ പറഞ്ഞത്. ക്വാളിറ്റി. ആൽഫ പ്രദീപൻ വന്നിട്ടുണ്ട്. ആൽഫ പ്രദീപ പറഞ്ഞോളൂ. ആൽഫ ഇവിടെ എഴുതി പോകുന്നുണ്ട്. എല്ലാം അത് കറക്റ്റ് ആണ്. ആൽഫ, ആൽഫയുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാം. ആൽഫ തന്നെ പറയട്ടെ. ആൽഫ. ആൽഫ അല്ല മിസ്, ആൽഫി പ്രദീപൻ. ആൽഫി അല്ലേ? ഓക്കെ, ആൽഫി പറഞ്ഞോളൂ. പറഞ്ഞു ആൽഫി, ധൈര്യമായിട്ട് പറഞ്ഞോ. അത് കറക്റ്റായിട്ട് എനിക്കത് മനസ്സിലായില്ല. അത് പിന്നെ എന്നോട് ചോദിക്കണ്ടേ? അത് എനിക്ക് സംശയമുണ്ട്, എന്നോട് എനിക്ക് പറഞ്ഞതാന്ന് പറയേണ്ട. ആൽഫി അവിടെ ഒന്നുണ്ട് പറഞ്ഞിരുന്നാൽ എങ്ങനെയാ? ഞാൻ ആൽഫിയുടെ ഉള്ളില് സംശയം എങ്ങനെ അറിയാം? പിന്നെ ആൽഫിക്ക് സംശയം ഉണ്ട് കേട്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആൽഫി ചോദിക്കണ്ടേ? ചോദിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് കേട്ടോ. ഒരുപാട് പ്രാവശ്യം ഞാൻ ചോദിച്ചു, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാന്ന്. അപ്പോഴും ആൽഫി അവിടെ പുറകിൽ തന്നെ ഇരുന്നു അല്ലേ ആൽഫി? അപ്പൊ ആൽഫിക്ക് മനസ്സിലായില്ല ക്വാളിറ്റി എന്ന് പറഞ്ഞത്. ആൽഫി, ഞാൻ പറയുന്ന ആൽഫി ഇസ് എ ഗുഡ് സ്റ്റുഡന്റ് എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ആൽഫിയുടെ ഗുണം എന്താ ഇവിടെ? ഒരു നല്ല സ്റ്റുഡന്റ് ആണ്. അപ്പൊ നല്ലത് അല്ലെ, നല്ല സ്റ്റുഡന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നല്ലതാണ്. പിന്നെ ഞാൻ പറയുന്നത് ആൽഫി എന്താണ് ക്ലെവർ ബോയ് എന്ന് പറയുന്നത്. അപ്പൊ ആൽഫിയുടെ ഗുണം എന്താണ് ഇവിടെ? ആൽഫി എങ്ങനെ നോക്കിയാ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്, അതുപോലെ തന്നെ ക്ലെവറുമാണ്. ക്ലെവർ ആണ് അല്ലെ, ബെസ്റ്റ് ക്ലെവർ അല്ലെ. ആൽഫിയുടെ ആ ഒരു ഇതാണ് ക്യാരക്ടർ ആണ് അവിടെ പ്രസന്റ് ചെയ്തത് ഞാൻ അല്ലെ. ക്യാരക്ടർ എന്ന് മാത്രമല്ല, ആൽഫിയുടെ അത് ക്വാളിറ്റി. ക്യാരക്ടർ എന്നല്ല പറയേണ്ടത്, ഒരു ക്വാളിറ്റിയാണ് ഞാൻ അവിടെ റെപ്രസെന്റ് ചെയ്തത് അല്ലെ. ക്ലെവർ ബോയ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ഞാൻ പറയുന്നത് ആൽഫി ഇസ് എ ഹാൻസം എന്ന് പറയുന്നത് അല്ലെ. അപ്പോഴോ ഞാൻ നല്ലൊരു സുന്ദരനാണ്. സുന്ദരനാണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ് വരുന്നത്? ആൽഫിയുടെ ക്വാളിറ്റി എന്താ? നൈസ് ക്വാളിറ്റിയാണ്. നൈസ് ആണ്. നൈസ് ക്വാളിറ്റി ആണോ? ആൽഫിക്ക് ഇപ്പോൾ ക്വാളിറ്റി എന്താ ഞാൻ തന്നത്? ഹാൻസം. ഹാൻസം അല്ലെ. അങ്ങനെയാണ് ഹാൻസം കേട്ടോ. ഹാൻസം. താങ്ക് യു. മനസ്സിലായി ഇപ്പൊ? മനസ്സിലായി ക്വാളിറ്റി? ഇപ്പൊ മനസ്സിലായി. ഇനി ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴ
അളവാണ് അല്ലെ, ക്വാണ്ടിറ്റി. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞു അല്ലെ. ഇനി ആ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വേണം, ക്വാണ്ടിറ്റിയിൽ തന്നെ, ആ ക്വാളിറ്റി എന്നാണ് പറഞ്ഞു പോണേ കേട്ടോ, ക്വാണ്ടിറ്റി ആണ് കേട്ടോ. സം എന്ന് പറയാം. സം എന്ന് വെച്ചാൽ എന്താണ്? കുറച്ച്. ലിറ്റിൽ, ലിറ്റിൽ എന്താ മക്കളെ? ലിറ്റിൽ ചെറിയ. ഇത്തിരി. ചെറുത് എന്നാണ്. അതും ഈ കുറച്ചൊക്കെ തന്നെ സെയിം അവരുടേതായിട്ട്. അപ്പൊ ലിറ്റിൽ എന്താണ്? വളരെ കുറച്ച്. ലിറ്റിൽ തീരെ ചെറുത്. തീരെ ചെറുത്. നിങ്ങളോട് പറയണേ എന്താണ്? ലിറ്റിൽ വാട്ടർ ഇൻ ദാറ്റ് പോട്ട് എന്ന് പറയാണ്. നിങ്ങൾക്ക് ഭയങ്കര ദാഹിച്ചു വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഒരാളോട് ഇത്തിരി, കുറച്ച്, വളരെ കുറച്ച്. ഒരു ചെറിയ തടാകം. എന്താണ് ആൽഫി പറഞ്ഞത്? ചെറിയ തടാകം. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നുമില്ലാന്നല്ലേ? വളരെ കറക്റ്റ് അല്ലെ. അതായത് നിങ്ങളോട് ഒരാൾ ചോദിച്ചു ഞാൻ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു അല്ലെ. എന്താണ് ഹാവ് യു ഡ്രിങ്ക് വാട്ടർ എന്ന് ചോദിക്കണേ. നിങ്ങൾ പറയണേ അയാൾക്ക് ഇല്ല എന്ന് പറയണം അല്ലെ. അതിനകത്ത് വാട്ടർ ഇല്ല ഇൻ ദാറ്റ് പോട്ട് എന്ന് പറയണം. ആ പോട്ടിൽ വാട്ടർ ഇല്ല എന്ന് പറയാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ്? there is a little water in that pot എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ആണ്. മനസ്സിലായോ? there is a little water in the pot എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വശത്തോട്ട് പോകരുത്. ആ പോട്ട് എടുക്കാനായിട്ട് ആ കുടത്തിന്റെ അടുത്തേക്കോ ആ കുപ്പിയുടെ അടുത്തേക്കോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പോകാൻ പാടില്ല അല്ലേ. അടുത്ത് നോക്കുമ്പോൾ നമ്മൾ പണ്ടന്മാരായി പോവില്ലേ അല്ലേ? ആണോ അല്ലയോ? അല്ലേ? ഇനി ആൾക്കാർക്കാണ് എന്താണ് കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, ചെന്ന് കുടിക്കാന്ന് പറയും. there is little water. അപ്പൊ അവിടെ ചേർക്കാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്ക് എന്നുള്ളത് ചേർക്കരുത്. എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ആണ്. there is little water in that pot എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് വെള്ളമുണ്ട് കുടിക്കാനായിട്ട്. അപ്പോ ലിറ്റിലും ലിറ്റിലും മനസ്സിലായോ? എന്റെ കൊച്ചാളൊന്നും മിണ്ടടിക്ക് മിണ്ട്. എനിക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചിലപ്പോൾ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ സംസാരിക്കാൻ റെസ്പോണ്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഇന്ന് ഒരു ക്ലാസ് ഉള്ളല്ലോ. എന്താ റംസിയ, എത്ര ക്ലാസ് വേണം റംസിയക്ക്? റംസി ഈ അവർ തുടങ്ങി കഴിഞ്ഞിട്ടാ കേറിയത്. അത് ശരി. റംസി അവർ കഴിഞ്ഞ റംസിക്ക് സമയം ഇതൊക്കെ ഒന്നും മനസ്സിലായില്ലായിരിക്കും അല്ലെ. റംസി സമയം 2:12 കേട്ടോ? അല്ല മിസ്സേ, എന്റെ ഫോൺ ചാർജ് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ കേറി നോക്കിയത്. ഇവിടെ കറണ്ട് ഒന്നുമില്ല. കറണ്ടും ഇല്ല അല്ലേ? കാറ്റൊക്കെ അത് കൊണ്ടുപോയോ? അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് റംസി. കറണ്ട് ഒക്കെ ഇനി കാറ്റ് കൊണ്ടുപോകും. എന്തു പറയാനാ. ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിട്ടോ നമ്മുടെ കേരളത്തിന്റെ മഴക്കാലം. മൺസൂൺ കാലം മാറ്റി. ഓഗസ്റ്റ് സെപ്റ്റംബർ. ജൂൺ ജൂലൈയിലൊന്നും മഴയില്ല. അപ്പോ സം, ലിറ്റിൽ, ഓൾ, ഹോൾ, ഡബിൾ, ഫ്യൂ. ഈ ഫ്യൂവും ലിറ്റിലും ഒരേപോലെയാണ് കേട്ടോ. ഫ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ഫ്യൂ മിനിറ്റ്സ് അല്ലെ. ഫ്യൂ മിനിറ്റ്സ് എന്ന് വെച്ചാല് കുറച്ച് നിമിഷങ്ങൾ എന്ന് പറയും അല്ലെ. ഫ്യൂ മിനിറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? നെഗറ്റീവ് മീനിങ് ആണ്. ഫ്യൂ മിനിറ്റ്സ് എന്ന് വെച്ചാല് സമയമില്ലെന്നാണ് അർത്ഥം കേട്ടോ. മിനിറ്റില്ലേ? ഫ്യൂ മിനിറ്റ്സ് നെഗറ്റീവ് മീനിങ് വരും കേട്ടോ അവിടെ. ഫ്യൂ മിനിറ്റ്സ് എന്ന് പറഞ്ഞാല് ഫ്യൂ മിനിറ്റ്സ് എന്ന് വെച്ചാല് കുറച്ച് സമയം അല്ല. അതിന് പകരമായിട്ട് നിങ്ങൾ ഫ്യൂ മിനിറ്റ്സ് എന്ന് ഉപയോഗിച്ചാൽ അവിടെ എന്തില്ല? കുറച്ച് സമയവും ഇല്ല എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, മനസ്സിലായോ? തെറ്റിക്കോ? ഇനി എവിടെയെങ്കിലും ചെന്നിട്ട് തെറ്റിക്കരുത് കേട്ടോ. ലിറ്റിൽ ചേർക്കേണ്ട അടുത്ത് എന്താണ്? ലിറ്റിൽ ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് മീനിങ് വരും. ഫ്യൂ ചേർക്കേണ്ട അടുത്ത് ഫ്യൂ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് മീനിങ് വരും. അതൊക്കെ
മനസ്സിലാക്കി വേണം അത് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോ ഡബിള്, ഹാഫ് അല്ലെ, ഹാഫ് എഴുതിയില്ലല്ലോ. ക്യൂ, എനി എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് എന്തിനു വേണ്ടി ചേർക്കാം? ക്വാണ്ടിറ്റി കാണിക്കാനായിട്ട് ചേർക്കാം അല്ലെ. ഐ ഹാവ് സം അല്ലെ, ഐ ഹാവ് സം എന്ത് വേണമെങ്കിലും നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾക്ക് തോന്നുന്നത്. ഐ ഹാവ് സം അല്ലെ, എനിക്ക് കുറച്ച് എന്തെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾ കരുതിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൽ ചേർത്തോളൂ. ഐ ഹാവ് സം ചോക്ലേറ്റ്സ്. ഐ ഹാവ് സം ചോക്ലേറ്റ്സ് അല്ലെ, എനിക്ക് നല്ല എന്താണ്, എന്റെ കയ്യിൽ കുറെ മിഠായികളുണ്ട്, നല്ല കുറച്ച് മിഠായികളുണ്ട്. ഐ ഹാവ് സം ബിസ്ക്കറ്റ്സ് അല്ലെ, എന്താണ് ഡൗട്ട്സ്. അങ്ങനെ ഐ ഹാവ് സം ഡൗട്ട്സ്. ഓക്കെ. ഐ ഹാവ് സം ബുക്സ്. ഓക്കെ. എന്താണ് റംസിയ? റംസിയ ഇത് കേട്ടില്ല. പെൻസ്. അഞ്ജന? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരുടെ മനസ്സിലുള്ളത് അവിടെ എഴുതിക്കോളൂ. സൺഫ്ലവേഴ്സ്, പെൻസിൽ അല്ലെ. വെരി ഗുഡ്. സീഡ്സ്. ഓക്കെ, ഇത് വെച്ചിട്ടല്ലേ. പിന്നെ എനിക്ക് ദൈവത്തിൽ കുറച്ച് വിശ്വാസം ഉണ്ടെന്ന് എങ്ങനെ എഴുതും? എനിക്ക് ദൈവത്തിൽ കുറച്ച് വിശ്വാസമുണ്ട് എങ്ങനെ എഴുതും? ആൻമേരി ശാന്തൻ, എനിക്ക് ദൈവത്തിൽ കുറച്ചൊക്കെ വിശ്വാസമുണ്ട്. ഇവിടെ മഴയാണ് മാം, അതാ. ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ. അഞ്ജു നെൽസൺ പറഞ്ഞോളൂ. അഞ്ജു റംസിയ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. പറഞ്ഞോളൂ. അഞ്ജു ആണോ പറഞ്ഞത്? അഞ്ജുവിനാണ് ഞാൻ വിളിച്ചത്. ആരെയാണ് വിളിച്ചത്? എനിക്ക് തന്നെ ഓർമ്മയില്ലാതെ തന്നെ. അഞ്ജു നെൽസൺ. എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് കുറച്ച് വിശ്വാസമുണ്ടെന്ന് എങ്ങനെ പറയും? ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? I have some beliefs in God. I have സം അല്ല, നമ്മൾ ലിറ്റിൽ ആക്കാം. അതാണ് കൂടുതൽ. I have little faith അല്ലെ. have little faith in God അല്ലെ. believe വിശ്വാസം അല്ലെ, അതും ചേർക്കാം. ഓക്കെ. faith എന്നോ അല്ലെങ്കിൽ ബിലീവ് എന്നൊക്കെ നമുക്ക് ചേർക്കാം. അത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോണെന്ന് മാത്രമേ ഉള്ളൂ. നോട്ട്സ് ഞാൻ തരും കേട്ടോ. നോട്ട്സ് ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഇതെല്ലാം കൂടി അറിഞ്ഞിരുമ്പോഴേക്കും നമ്മളൊക്കെ സംസാരിക്കാനുള്ള ഒരു കോൺവെർസേഷൻ ലെവലിലേക്ക് നമുക്ക് പോണം. അതുകൊണ്ടാണ്. പിന്നെ നമ്പേഴ്സ് ബേസ് ചെയ്തിട്ട് വരുന്നത് മഴ, റേഞ്ച് പോകുന്നു, മഴയാണ് മോനെ എല്ലാത്തിനും കണ്ണായിട്ട് ഇപ്പൊ നിൽക്കുന്നത്. മഴ എല്ലാവരുടെയും അല്ലേ. ഇനി ഡെമോൺസ്ട്രേറ്റീവിലേക്ക് വരുമ്പോൾ അല്ലെ, ഈ നമ്പറിന്റെ കേസിൽ എന്ത് തന്നെയാണ് നമ്പർ അല്ലെ. 3 pen, 2 years, 1 loss, ഇതൊക്കെ പറയൂലേ? അതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നമ്പറിനെ സൂചിപ്പിക്കുന്നതാണ്. അത്രയും നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ അത്ര അറിഞ്ഞാൽ മതി കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞത്? അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്പേഴ്സിനെ അല്ലെ. 2 benches, 2 ബെഞ്ചുകള്, 2 chairs, 2 tables, 3 books, 1 phone അല്ലെ. ഇതൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കാനായിട്ട് അതാണ് അഡ്ജക്റ്റീവ് ഓഫ് നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ് ആണ്. ഡെമോൺസ്ട്രേറ്റീവ് നമ്മൾ പഠിച്ചതാണ്. ഡെമോൺസ്ട്രേറ്റീവിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡെമോൺസ്ട്രേറ്റീവ് നമ്മൾ ദിസ് ദാറ്റൊക്കെ ഉപയോഗിച്ചത് ഓർക്കണില്ലേ?
ദിസും ദാറ്റൊക്കെ ഉപയോഗിച്ചത് ഓർക്കണില്ലേ ബിന്ദു രാജീവേ? ആ അപ്പൊ ദിസും ദാറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. അപ്പോ നമ്മൾ പറയണേ ദിസ് സോങ് ഈസ് മെലോഡിയസ്. ആ സോങ് എന്താണ്? വളരെ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടാണ് അല്ലെ? എന്താണ് കേൾക്കാൻ നല്ല സുഖമാണ് അല്ലെ? അപ്പോ ഇവിടെ ഡെമോൺസ്ട്രേറ്റീവ് ഏതാണ്? ദിസ്. വെരി കറക്റ്റ് അല്ലെ? ദിസ് ഈസ് എ ഡെമോൺസ്ട്രേറ്റീവ് അല്ലെ? ദിസ് എന്നതാണ് ഇവിടുത്തെ ഡെമോൺസ്ട്രേറ്റീവ്. ഇനി ഇവിടെ ഏതാ ഡെമോൺസ്ട്രേറ്റീവ് വന്നിരിക്കുന്നത്? ദോസ്. ദോസ് അല്ലെ? ദോസ് എന്നതാണ് ഇവിടുത്തെ ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്. That bag is expensive. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ? മനസ്സിലായോ? അതാണ് ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇൻട്രോഗേറ്റീവില് എന്താണ്? നമ്മൾ ഇൻട്രോഗേറ്റീവിൽ വരുന്നത് ഏതാണ്? നമുക്കറിയാം എല്ലാം WH ക്വസ്റ്റ്യൻസ് ആ വരുന്നത് അല്ലെ? WH ക്വസ്റ്റ്യൻസ് ആണ് ഓൾറെഡി വരുന്നത്. ഏതൊക്കെ വെച്ച് വരാം? ആരുടെ കാറാണിത്? എങ്ങനെ പറയും നമ്മള്? ആരുടെ കാറാണ് ചോദിക്കോ? അല്ലെ? അല്ലെങ്കിൽ ഈ കാർ ആരുടേതാണ് അല്ലെ? Whose that car? Whose car is that എന്ന് ചോദിക്കാം അല്ലെ? ചോദിച്ചൂടെ? Whose car is that അല്ലെ? അത് ഏത് കാറാണ്? ആരുടെ കാറാണ് എന്ന് ചോദിക്കണം അല്ലെ? ഇവിടെ കിടക്കുന്ന ഈ കാർ ആരുടെയാണ്? Whose car is that? എന്താണ് ചോദിക്കേണ്ടത്? അറിയോ? Whose car is that? whose car is that എന്ന് ചോദിക്കാം. അപ്പൊ നൗൺ എവിടെ വന്നു? ഇവിടെ വന്നു നൗൺ. ഇപ്പൊ എന്ത് കഴിഞ്ഞിട്ട്? ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് നമ്മൾ ആര് ചേർത്തു? നൗണിനെ അല്ല, ഒബ്ജക്റ്റിനെ ചേർത്തു. ഒബ്ജക്റ്റിനെ നമ്മൾ അവിടെ ചേർത്തു. അപ്പൊ ഹൂസ് കാർ ഈസ് ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം? അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആരെ ചേർക്കാം? വെർബിനെ ചേർക്കാം അല്ലെ? അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് മറ്റുള്ളവനെയൊക്കെ ചേർക്കാം. അപ്പൊ എന്ത് പറയാം? who is this? എന്ത് നേരത്തെ പറഞ്ഞത് എന്ത് എഴുതാം? Who is this? Car. അങ്ങനെയും ഉപയോഗിക്കാം. Who is this car? അല്ലെ? ഇതാരുടെയാണ് ഈ കാർ? Whose car is that? അല്ലെ? ഇത് ആരുടെ കാറാണ് എന്നൊക്കെ ചോദിക്കാം കേട്ടോ, തെറ്റില്ല. ഇനി പൊസസീവിലേക്കാണ് പോകുന്നത്. പൊസസീവ് എന്ന് പറയുമ്പോ അറിയാലോ എന്തിനെ കുറിച്ചാണ്? പൊസസീവ് എന്ന് വെച്ചാല് എന്തിനെ കാണിക്കാനാണ്? ഓണർഷിപ്പിനെ കാണിക്കാനാണ് പൊസസീവ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ഹിസ് ക്യാപ്. ഇത് എന്റെ ക്യാപ്പാണ് അല്ലെ? അപ്പോ ഇവിടെ ഏതാണ് പൊസസീവ് ആയിട്ട് വരുന്നത്? ഹിസ് എന്നതാണ് ഇതിലെ പൊസസീവ് ആയിട്ട് വരുന്നത്. പിന്നെ this car is mine. This car is mine. This car is mine. ഇവിടെ ഏതാ പൊസസീവ് ആയിട്ട് വരുന്നത്? അല്ലേ? ഇതൊക്കെയാണ് പൊസസീവ് ആയിട്ട് വരുന്നത്. ഇത് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ ഏകദേശം നമ്മൾ എന്ത് കഴിഞ്ഞു? അഡ്ജക്റ്റീവിന്റെ ഫോംസ് എല്ലാം തന്നെ കഴിഞ്ഞു. അപ്പൊ അവേഴ്സ്, ദയേഴ്സ്, ഹെർ, ഹിസ്, മൈൻ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ പൊസസീവ് ആണ്. ഇതിനകത്ത് എനിക്ക് സംശയം ഉണ്ടോ ഇല്ലയോ?
ഇല്ല മിസ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒന്നുകൂടി പറഞ്ഞു തരാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ. സസ്ന, റോസ്മേരി, രമ്യ മോഹൻ, ഓക്കെ ആണോ എല്ലാവരും? അനശ്വര ഓക്കെ. ആൽഫിക്ക് സംശയമുണ്ടോ? ആൽഫി സംശയമുണ്ടോ? ആൽഫി പോയി കളഞ്ഞോ? സ്വപ്നരാജ് സംശയമുണ്ടോ? സ്വപ്ന ഓക്കെ ആണ്. ഓക്കെ, എല്ലാവരും ഓക്കെ ആണെന്ന് ഉള്ളതാണ് കിട്ടിയത്. അപ്പോ നമുക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട ഫോംസ് എന്ന് പറയുന്നത് വെർബാണ്, അല്ലെ? വെർബിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? വെർബ് എന്താ? വെർബ് എന്ന് പറയുന്നത് പ്രവൃത്തി. അല്ലെ? പഠിച്ച ആക്ഷൻ എന്നുള്ളതാണ് പഠിച്ചേക്കുന്നത്. ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. ഈ ആക്ഷൻ മാത്രമല്ല കേട്ടോ വെർബ് എന്ന് പറയുന്നത്. വെർബ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് കൂടിയാണ്. എന്തുകൂടിയാണ്? സ്റ്റേറ്റ് ഓഫ് ബീയിങ് കൂടിയാണ് എന്തെന്ന് പറയും വെർബ് എന്ന് പറയുന്നത്. അപ്പോ ആക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജമ്പ്, റീഡ്, ഗോ, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ആക്ഷനുകളാണ്, അല്ലെ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെ എല്ലാം തന്നെ. എന്നാൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത് എന്തായിരിക്കുള്ളൂ? ഞാൻ പറയുന്നത് ഈസ് എ സ്റ്റുഡന്റ്. അപ്പോ അവന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് എന്തായിട്ടാണ് അവൻ നിലനിൽക്കുന്നത്? ആരായിട്ടാണ്? അപ്പൊ സ്റ്റുഡന്റ് അല്ലെ? അപ്പോ സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കുന്നു. ഇനി പറയണ ഷീസ് എ ഫാർമർ, അല്ലെ ഹീസ് എ ഫാർമർ എന്ന് പറയണ, അല്ലെ? അപ്പോ അവൻ എന്തായിട്ടാണ് ഇപ്പൊ നിലനിൽക്കുന്നത്? ഫാർമർ, അല്ലെ? ഫാർമർ ആണ്. പിന്നെ ഞാൻ പറയണ മോദിജി he's a president of India. Modi he is a president of India എന്ന് പറയണ്ട. അപ്പോ മോദി ആരാണ്? മോദിയുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്താ? പ്രസിഡന്റ്, അല്ലെ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്, അല്ലെ? അതാണ് അയാളുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഇനി ഞാൻ പറയുന്നത് മോദി വിസിറ്റഡ് മെനി കൺട്രീസ് എന്ന് പറയുന്നു. മോദി വിസിറ്റഡ് മെനി കൺട്രീസ് എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ മോദി ചെയ്ത പ്രവൃത്തി എന്താണ് ഇവിടെ? വിസിറ്റഡ്, അല്ലെ? മോദി സന്ദർശിച്ചു, അല്ലെ? ആ സന്ദർശനമാണ് അയാളുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോ അത് രണ്ടുമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോ ഇതില് അഡ്ജക്റ്റീവില് ഒരു കാര്യം പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. അത് അഡ്ജക്റ്റീവിലേ അത് ഞാൻ വിട്ടു. അടുത്ത ക്ലാസ്സിൽ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ. അഡ്ജക്റ്റീവില് ആ പഠിപ്പിച്ചു തരാനുള്ള ഇതൊന്ന് ഓർമ്മിച്ചേക്കോ എന്നെ. ഒന്ന് എന്നെ ഓർമ്മിച്ചേക്കണം കേട്ടോ. ഞാൻ വെർബിനോട് പോയത് കൊണ്ടാണ് കേട്ടോ. അപ്പോ ഇനി ഈ പറയുന്ന ഓക്സിലറി വെർബുകൾ ഉണ്ട്, അല്ലെ? ഓക്സിലറി വെർബുകൾ
ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായക്രിയയാണ് അല്ലെ? നമ്മൾ കണ്ടില്ലേ സഹായക്രിയ എന്ന് പറയുമ്പോൾ ഈ സഹായക്രിയയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രൈമറി തന്നെ എഴുതുന്നോട്ടെ. ഞാൻ ഇത് പ്രൈമറിന്ന് ഞാൻ ഇങ്ങനെ എഴുതിയത് മാത്രമേ ഉള്ളൂ. പ്രൈമറി നിങ്ങൾക്ക് കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നവര് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതും കേട്ടോ. അങ്ങനെ എഴുതിയത് മാത്രമേ ഉള്ളൂ. പ്രൈമറി ആൻഡ് പ്രൈമറി എന്നും മോഡൽസ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്സിലറി വെർബിനെ എത്ര ആയിട്ട് തരംതിരിക്കാം? പ്രൈമറി വെർബ് എന്നും മോഡൽ വെർബ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഈ പ്രൈമറി വെർബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ബി. എന്താണ്? ബി. ഈ ബിയുടെ പല ഫോമുകളാണ്. ഈസ്, ആറ്, ആം, ഇതെല്ലാം ബിയുടെ ഫോമുകളാണ്. ബി എന്ന് പറയുന്നതിന്റെ പ്രസന്റ് ഫോമാണിത്. പാസ്റ്റ് ഫോമാണ് വാസും വയറും. ഇനി ബിയുടെ V3 ഫോമാണ് ബീൻ. എന്നതാണ്? ബീൻ. ബി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ബി? ആയിരിക്കുക. ആകുക അല്ലെ? നീ സന്തോഷമായിരിക്കൂ. ഒരാളോട് പറയണ നമ്മൾ അല്ലെ? അല്ലെ സന്തോഷമായിരിക്കൂ എന്ന് പറയണ അല്ലെ? എങ്ങനെ പറയും? ബി ഹാപ്പി. ബി ഹാപ്പി അല്ലെ? സന്തോഷമായിരിക്കൂ എന്ന് പറഞ്ഞു അല്ലെ? പിന്നെന്താണ്? പിന്നെ ബി ഹാപ്പി അല്ലെ? അയാളോട് കരുണയായിരിക്കൂ. കരുണ ഉണ്ടാകും അല്ലെ? അങ്ങനെ എങ്ങനെ പറയും? ബി മേഴ്സി. ബി മേഴ്സി അല്ലെ? കരുണ ഉണ്ടാകും. അല്ല അതന്നെ നമ്മൾ വേറെ സാധാരണ ഉപയോഗിക്കുന്നത് ബി സേഫ്. ഓക്കെ. ബി കൈൻഡ് എന്നാണ്? മേഴ്സി ഓക്കെ കേട്ടോ. ബി കൈൻഡ് അല്ലെ? ബി പവർഫുൾ അല്ലെ? പവർഫുൾ ആയിരിക്കൂ അല്ലെ? ബി പവർഫുൾ. ഇനി ബി വെച്ച് നമുക്ക് കുറിയപ്പനും ബി പോസിറ്റീവ് അല്ലെ? നന്നായിട്ട് ചിന്തിക്കും. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലേ കേട്ടോ? ബി വെച്ചിട്ട് ഇനി ബീസ് മാറും വെച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണി പഠിക്കും കേട്ടോ. അടുത്തതിന് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇനി പോകുമ്പോ ഇതൊന്നുമല്ല, നമ്മൾ ഇനി എന്താണ് അങ്ങോട്ടൊക്കെ സംസാരിച്ചു തുടങ്ങും കേട്ടോ. അപ്പൊ രണ്ടുപേര് വന്ന് എന്ത് ചെയ്യണം? വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കാൻ തയ്യാറാകണം. ആരും ഇതിലേക്ക് പുറകിലോട്ട് പോകരുത്. നമ്മൾ പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാം റെഡിയല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യാം? ബി കെയർഫുൾ ആൻഡ് ബി സേഫ് കേട്ടോ. താങ്ക് യു മാം. ടീച്ചർ. താങ്ക് യു മാം. ഓക്കെ.